ശ്രീ ജയചന്ദ്രൻ ഏത് അന്വേഷണവും വരട്ടെ നേരിടാൻ തയ്യാർ എന്നായിരുന്നു. അത് CPM-ന്റെയും പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ ഇവിടെ SFIO അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പായിരുന്നുവല്ലോ. അപ്പോഴാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലെ ഈ ഹർജി. അതെ അതെ മഞ്ജുഷ്, ഇത് താങ്കൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഹർജി എന്നുള്ളതല്ലേ? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, ഹർജി നിയമപരമായ ഒരു നടപടിയാണ്, അത് പോകുമെന്നുള്ള കാര്യം നമുക്കും അറിയാമായിരുന്നു. പക്ഷേ ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ്. അപ്പോൾ എന്തും സംഭവിക്കാം എന്ന് ഇടയ്ക്ക് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഞാൻ പറയട്ടെ, ഒന്നും സംഭവിക്കാനില്ല. ഈ കേസ് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കർണാടക ഹൈക്കോടതിയിൽ വീണ കേസ് കൊടുത്തതെന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം വരുന്നത്. അത് ഇവിടെ നമ്മൾ കണ്ടു, CMRLന്റെ ഓഫീസിൽ പരിശോധന, KSIDCയുടെ ഓഫീസിൽ പരിശോധന, രണ്ടും ആരെയും മുൻകൂട്ടി ഞങ്ങൾ ഇന്ന ദിവസം വരും, ഇത്ര മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടും അറിയിച്ചിട്ടും അല്ലല്ലോ SFIOയുടെ കടന്നുവരവ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു, പരിശോധന നടത്തുന്നു, പോകുന്നു. അപ്പോൾ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ പുതിയ നരേറ്റീവും പുതിയ ബിൽഡപ്പും ഉണ്ടാക്കുകയാണല്ലോ. ഇനി അടുത്തത് വീണ വിജയനെ വീട്ടിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാം എന്നൊക്കെയുള്ള ബിൽഡപ്പുകൾ ഒരുപാട് ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികത നിഷേധിക്കപ്പെടാൻ പോകുന്നു എന്നിടത്തു നിന്നാണ് ഈ കേസ് കർണാടക ഹൈക്കോടതി ഇത്ര ഒരു കേസിലേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് എന്ന് കോടതി പരിഗണിച്ചാലും ഇതൊരു സ്റ്റേയിലേക്കൊക്കെ പോകുന്നോ സ്റ്റേ കിട്ടുമെന്നോ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം കോടതിയിൽ നിന്നുണ്ടാവും, കർണാടക ഹൈക്കോടതി ഏത് ദിവസം എടുത്താലും ഒരു വസ്തുത ഉണ്ടാവും. എന്താണ് നിങ്ങൾ വീണ വിജയനെതിരെ വെക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ വിജയനെയോ എക്സാലോജിക്കിനെയോ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണങ്ങൾ, അത് കോടതിയുടെ മുമ്പാകെ വിശദീകരിക്കാൻ SFIO ബാധ്യസ്ഥമാകും. അതുതന്നെയാണ് വേണ്ടത്. ഇവിടെ കേരള കോടതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ROCയുടെ റിപ്പോർട്ട്. വേട്ടയാടൽ. ഈ ROCയുടെ റിപ്പോർട്ട്, ROC എന്ന് പറഞ്ഞാൽ 2 ROC റിപ്പോർട്ടുകളുണ്ട്, കൊച്ചിയിലെയും ബംഗളൂരുവിലെയും. അപ്പോൾ 2 ROC റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരും. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകും. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ROC റിപ്പോർട്ടിൽ ഉള്ളതെന്നാണല്ലോ, അതിലാണല്ലോ ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു തുടരന്വേഷണത്തിലേക്ക് SFIO പോയിട്ടുള്ളൂ. കാണേണ്ടതെല്ലാം ROC കണ്ടിട്ടുണ്ട്, ക്രമക്കേടുകളെല്ലാം. അല്ലെങ്കിൽ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചേനെ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെങ്കിൽ. മഞ്ജുഷ് എന്താണ് ഈ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ROCയുടെ അധികാരം എന്തൊക്കെയാണ്, അധികാര പരിധി എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പ്രാഥമികമായിട്ടൊന്ന് തിരക്കിയാൽ മതിയല്ലോ. മഞ്ജുഷിന് അറിയാത്ത കാര്യങ്ങളല്ലോ ഇതൊന്നും. ROCക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? SFIOയുടെ ലെവലും പാരാമീറ്റേഴ്സും അവരുടെ എന്താണ് അന്വേഷണ പരിധിയൊക്കെ വേറൊരു രൂപത്തിലാണ്. ഞാൻ അതിലേക്ക് വരാം. ശുപാർശ വരില്ലായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ROC വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതുകൊണ്ടാണ് SFIO അന്വേഷണത്തിന് ശുപാർശ വന്നതും അന്വേഷണം തുടങ്ങിയതും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാനും വായിച്ചതാണ് മഞ്ജുഷ, ഇതൊക്കെ ഞാനും വായിച്ചതാണ്. ROC റിപ്പോർട്ടിലൊന്നും ഒരു ഗുരുതരമായ കണ്ടെത്തലുമില്ല. അതിപ്പോൾ ഷോൺ ജോർജ് നേരത്തെ പല ചാനലുകളിലും പറഞ്ഞു, ഇപ്പം ഇവിടെയും പറയുമായിരിക്കാം. അതൊക്കെ ഇരിക്കട്ടെന്നേ. ഇതിൻ്റെ അകത്ത് വരുന്ന എന്താണ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, 71 പേജുള്ള ഉത്തരവ്. ആ ഉത്തരവാണല്ലോ അടിസ്ഥാന രേഖയെന്ന് പറയുന്നത്. ഈ SFIO അടക്കം അന്വേഷിക്കുന്നതിൻ്റെ അതിന് ഹേതുവായിട്ടുള്ള സംഗതി എന്താണ്? ഈ 71 പേജുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് തന്നെയാണല്ലോ. അതാണെന്നേ കാര്യം. അല്ലാതെ എക്സാലോജിക്കുമായിട്ടുള്ള അതൊക്കെ വേറെ കേസ്, അത് വിടൂ. നിങ്ങൾ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ CMRLന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് ROCയുടെ എന്ത് കണ്ടെത്തൽ വരാനാണ് ഇരിക്കുന്നത്? അതൊക്കെ വേറെ കാര്യം. അത് കോടതിയിൽ ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്തോളും, പോയിക്കോളും. അത് ഞാൻ പറയുന്നത് അതൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ വഴിക്ക് തന്നെ വരട്ടെ. ഞാൻ പറഞ്ഞു ഈ തിങ്കളാഴ്ച വരും, ഇന്ന് വരുമെന്ന് ചിലർ പറഞ്ഞു, ഇനി തിങ്കളാഴ്ച വരുമെന്ന് ചിലരൊക്കെ ഇപ്പോൾ പറയുന്നു.
എന്ത് വന്നാലും ഹൈക്കോടതിയിൽ നിന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആവശ്യമായിട്ട് ഞാൻ കരുതുന്നത് ഇതാണ്. എന്താണ് നിങ്ങളുടെ SFIOയുടെ പിന്നെ ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായിട്ടും വീണ വിജയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതിയിൽ കർണാടക ഹൈക്കോടതി SFIO വിശദീകരിക്കേണ്ടി വരും. അതാണ് അറിയാനിരിക്കുന്നത്. മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ 14% ഓഹരി CMRലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു ഹർജി കൊടുത്തുവല്ലോ ഈ അന്വേഷണം അവരിലേക്ക് നീണ്ട സമയത്ത്. അപ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഭയമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണം തടയാൻ നോക്കുന്നത്? നടക്കട്ടെ എന്നാണ്. അതൊരു ചൂണ്ടുപലകയാണ്. അല്ല, അത് ഹൈക്കോടതിയുടെ ഉത്തരവിലാണുള്ളത്. ഹൈക്കോടതി വാക്കാൻ അങ്ങനെ പറയുന്നത് മാധ്യമങ്ങൾ വാർത്തയാകരുതെന്ന് എത്രയോ പ്രാവശ്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷേ. പക്ഷേ വേണ്ടതാണ്. അതൊരു നിർദ്ദേശം തന്നെയായിരുന്നു. പോകേണ്ടി വന്നേനെ. KSIDCയിൽ നിന്ന് അരുൺ പ്രസാദിനും സംഘത്തിനും ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അതാണല്ലോ KSIDC ഉദ്ദേശിച്ചത്. ഈ 14% ഓഹരി പങ്കാളിത്തം CMRL ഉണ്ടായിട്ടും ഈ ഡയറക്ടർ ബോർഡ് അംഗം അവിടെ പോയി എന്തെടുക്കുകയായിരുന്നു? ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള അന്വേഷണം തടയുവാനാണ് KSIDC ശ്രമിച്ചത്. സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ നികുതി പണമാണ്. അങ്ങനെയുള്ള വ്യവസായ വികസന കോർപ്പറേഷനാണ് CMRLിൽ പോയി അത് തടയാൻ ഹൈക്കോടതി ശ്രമിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല, നടക്കട്ടെ എന്ന്. അതെ, നടക്കട്ടെ എന്ന് പറഞ്ഞു, നടന്നു. KSIDC തങ്ങളുടെ എന്താണ് CMRL റോള് അവിടെ മാത്രമല്ല, KSIDCക്ക് ഓഹരിയുള്ള സ്ഥാപനങ്ങളുടെ അടക്കം റോൾ എന്താണ് പൊതുവായിട്ടുള്ളതെന്നും CMRL പ്രത്യേകമായിട്ട് എന്താണുള്ളതെന്നും ഒക്കെ രേഖാമൂലം തന്നെ KSIDC കൊടുത്തിട്ടുമുണ്ട് SFIOക്ക്. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കാര്യമല്ലേ. അതല്ല നമ്മൾ ചർച്ച, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അവിടെ 13 14 ഇനി ഇൻ കേസ് 15 പോലും പറഞ്ഞോളൂ, 15% ഓഹരിയുള്ള കമ്പനിക്ക് എന്താണ് സ്റ്റേക്ക് എന്നുള്ളതൊക്കെ അവർ വ്യക്തമായും വിശദീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അത് മറ്റൊരു ROCകളുടെ അന്വേഷണത്തിൽ ഒരു രേഖയും ഇടപാടിനെ കുറിച്ചുള്ള ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിനും കഴിഞ്ഞിട്ടില്ല, CMRLനും കഴിഞ്ഞിട്ടില്ല, KSIDCക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതല്ലെങ്കിൽ അന്വേഷണം അവിടെ വെച്ച് തീർന്നേനെ. ഒരു ക്രമക്കേടും ഇല്ല എങ്കിൽ അവിടെ വെച്ച് തീർന്നേനെ. താങ്കൾ പറഞ്ഞു എന്താണ് കണ്ടെത്തിയത് ROC എന്ന്. അല്ല, അത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നോക്കിയവരാണല്ലോ ഈ അന്വേഷിക്കുന്നത്. അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്താ ഉള്ളതെന്ന്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി.